കേരളത്തിലെന്ന പോലെ നിരവധി മലയാള സിനിമാ പ്രേക്ഷകരുള്ള ഇടമാണ് GCC രാജ്യങ്ങൾ. മലയാള സിനിമയുടെ വരുമാനത്തിലും ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വലുതും ചെറുതുമായ ഒരുപിടി മലയാള സിനിമകൾ വെക്കേഷൻ റിലീസിനെത്തുമ്പോൾ പ്രതീക്ഷകളും ചെറുതല്ല. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ മലയാള സിനിമയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് സിനിമാ ലോകം. ഇസ്രായേൽ-ഇറാൻ സംഘർഷം സാധാരണ ജനജീവിതത്തെ പോലെ തന്നെ സിനിമാ മേഖലയും ബാധിച്ചിരിക്കുകയാണ്. ഈദ് റിലീസായി എത്തേണ്ടിയിരുന്ന മലയാള സിനിമകൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. വലിയ നഷ്ടം നേരിടുമെന്ന ആശങ്കയിലാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ. 3 സിനിമകളുടെ വമ്പൻ ക്ലാഷോടെയാണ് ഇത്തവണ വെക്കേഷൻ പടങ്ങൾ ആരംഭിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ആട് 3, ബോളിവുഡിൽ നിന്ന് ദുരന്തർ 2, യഷിന്റെ പാൻ ഇന്ത്യൻ ചിത്രം ടോക്സിക് എന്നിവയാണ് മാർച്ച് 19 പുറത്തിറങ്ങാനിരിക്കുന്നത്. ജയസൂര്യയെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന ആട് 3 ഒരു ബിഗ് ബജറ്റ് ടൈം ട്രാവൽ എന്റർടൈനർ ആയിട്ടാണ് ഒരുങ്ങുന്നത്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരായ ഷാജി പാപ്പനും കൂട്ടരും 3ാം തവണ എത്തുമ്പോൾ പ്രതീക്ഷകളും വലുതാണ്. ഹൈപ്പിന്റെ കാര്യത്തിൽ ഒട്ടും കുറവില്ലാത്തതിനാൽ കളക്ഷനിലും ഒരു മാജിക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ നിലവിലെ സാഹചര്യം സിനിമയുടെ റിലീസിനെ പ്രതിസന്ധിയിലാക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. രൺവീർ സിംഗ് നായകനായ ദുരന്തർ 1000 കോടി നേടി റെക്കോർഡ് വിജയമാണ് സ്വന്തമാക്കിയത്. അതിനാൽ തന്നെ 2ാം ഭാഗത്തിന് കാത്തിരിക്കുന്നവരും ഏറെയാണ്. എന്നാൽ ദുരന്തർ ആദ്യ ഭാഗത്തിന് ഗൾഫ് രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലാണ് ചിത്രത്തിന് പ്രദർശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ചിത്രത്തിലെ പാകിസ്ഥാൻ വിരുദ്ധ പരാമർശത്തിനെ തുടർന്നാണ് ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. സിനിമയുടെ 2ാം ഭാഗത്തിനും നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ റിപ്പോർട്ടുകളൊന്നുമില്ല. 2ാം ഭാഗത്തിനും വിലക്ക് തുടരുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒഴികെ ചിത്രം പറഞ്ഞ ഡേറ്റിൽ തന്നെ പുറത്തിറങ്ങും. ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ യഷ് നായകനെ എത്തുന്ന ടോക്സിക് വലിയ പ്രതീക്ഷകളുമായി എത്തുന്ന സിനിമയാണ്. വമ്പൻ ബജറ്റിലെത്തുന്ന സിനിമയുടെ റിലീസും നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം താളം തെറ്റുമെന്ന സംശയത്തിലാണ്. ഇതിനു പുറമെ ഒരുപിടി മലയാള സിനിമകളാണ് റിലീസിന് ഒരുങ്ങുന്നത്. നിവിൻ പോളിയുടെ പ്രതിച്ഛായ, മമ്മൂട്ടി മോഹൻലാൽ ടീം ഒന്നിക്കുന്ന പേട്രിയറ്റ്, മോഹൻലാലിന്റെ ദൃശ്യം 3, ടൊവിനോ തോമസ് നായകനെത്തുന്ന പള്ളിച്ചട്ടമ്പി എന്നീ ചിത്രങ്ങളുടെ ഗൾഫ് റിലീസാണ് അനിശ്ചിതത്തിലായിരിക്കുന്നത്. യുദ്ധം തുടർന്നാൽ ഈ ചിത്രങ്ങളുടെ GCC റിലീസ് പ്രശ്നത്തിലാവുമെന്നാണ് റിപ്പോർട്ട്. റിലീസ് മാറ്റിവെക്കുകയാണെങ്കിൽ അത് ഈ സിനിമകളുടെ കളക്ഷനെയും സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്.